പ്രകോപനം തുടർന്ന് അമേരിക്ക. ഒമാൻ കടലിൽ ഇറാൻ കപ്പൽ വെടിവെച്ച് പിടിച്ചെടുത്തു. ചരക്ക് കപ്പലിന്റെ എഞ്ചിൻ റൂം തകർത്തു. ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി US പടക്കപ്പലുകൾ. സമാധാന ചർച്ചകൾ തുലാസിൽ. ചർച്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഇറാൻ യുദ്ധത്തിന് തയ്യാർ. അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകും. ന്യായമായ ഒരു കരാറിന് തയ്യാറാകുന്നില്ലെങ്കിൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്ന് ട്രംപ്. ഇറാന്റെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും തകർക്കും. ഇറാൻ വെടിനിർത്തൽ കരാർ പൂർണ്ണമായും ലംഘിച്ചുവെന്നും ആരോപണം. അമേരിക്കയിൽ അക്രമിയുടെ വെടിവെപ്പിൽ 8 കുട്ടികൾ കൊല്ലപ്പെട്ടു. മരിച്ചത് 1-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ. അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ഹോർമുസ് കടലിടുക്കിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇറാൻ പാർലമെന്റ് പ്രത്യേക ബിൽ തയ്യാറാക്കി. ഇസ്രായേൽ കപ്പലുകൾക്ക് പ്രവേശനം പൂർണ്ണമായും നിരോധിക്കും. ശത്രുരാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടലിടുക്ക് കടക്കാൻ ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ പ്രത്യേക അനുമതി നിർബന്ധമാക്കും. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിട്ട് 7 ആഴ്ച. സംസ്കാരം നടത്താനാകാതെ ഇറാൻ. ഇസ്രായേൽ US ആക്രമണങ്ങളുടെ ഭീഷണി തടസ്സം. ബഹുജന ഒത്തുചേരലുകളിൽ സംഘർഷാവസ്ഥ ഉണ്ടായേക്കാമെന്നും നിഗമനം. US-ൽ ഇറാൻ വംശജ അറസ്റ്റിൽ. ഇറാൻ സർക്കാരിന് വേണ്ടി ആയുധ ഇടപാടുകൾ നടത്തിയെന്ന കേസിൽ പിടിയിലായത് ഷെമിം മാഫി എന്ന യുവതി. ഇടപാടുകൾ നടത്തിയത് വ്യാജ കമ്പനി ഉപയോഗിച്ച്. UAE-യിൽ സ്കൂളുകൾക്ക് ഇന്ന് മുതൽ സാധാരണ രീതിയിൽ നേരിട്ടുള്ള പഠനത്തോടൊപ്പം ഓൺലൈൻ ക്ലാസുകളും 2 ഒന്നിച്ചുള്ള ഹൈബ്രിഡ് രീതിയും ഉണ്ടാകും. സ്കൂൾ ബസ് സർവീസുകളും തയ്യാർ. പൊതു ബൈബിൾ പാരായണത്തിൽ പങ്കെടുക്കാനൊരുങ്ങി ഡൊണാൾഡ് ട്രംപ്. നീക്കം ലിയോ മാർപ്പാപ്പയുമായുള്ള തർക്കങ്ങൾക്കിടെ അമേരിക്കയിൽ ഉടനീളമുണ്ടായ പ്രതിഷേധം തണുപ്പിക്കാനുള്ള നീക്കമെന്ന സൂചന. വിരുനഗറിലെ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൂടി മരിച്ചു. മരണസംഖ്യ 25. 4 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അന്വേഷണത്തിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് തമിഴ്നാട് സർക്കാർ. കനത്ത ചൂടിൽ കുതിച്ചുയർന്ന സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം. 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷനോട് അനുമതി തേടി. വൈദ്യുതി വാങ്ങുന്നത് അമിത നിരക്കിലെന്ന് സൂചന. ജാമ്യം തേടി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ ലോൺ ആപ്പ് ജീവനക്കാർ. പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയും കോടതിയിൽ. കേസ് പരിഗണിക്കുന്നത് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. ആരോപണ വിധേയരായ അധ്യാപകർ ഒളിവിൽ തുടരുന്നു. തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറ്റം. പൂരം ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പാറമേക്കാവും തിരുവമ്പാടി. IPL നിന്ന് കരുത്തന്മാരുടെ പോരാട്ടം. മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. മത്സരം അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30. ട്വന്റി ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിന്റെ ഭാവി തുലാസിൽ. ഫോം ഔട്ട് ഗൗരവമായി പരിഗണിച്ച് BCCI. ശ്രേയസ് അയ്യർ നായകനായെത്താനുള്ള സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. അജിത് അഗാർക്കറിന്റെ കാലാവധി നീട്ടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.